ആശാ വർക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക ശക്തികളാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. തൽപര കക്ഷിയുടെ കളിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറയുന്നു. CPM-ൻ്റേത് സമരം തകർക്കാനുള്ള നീക്കമെന്നാണ് ആശാ വർക്കേഴ്സിൻ്റെ പ്രതികരണം. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അതിൻ്റെ ഡിമാൻഡുകളെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടുന്നത്. തുടങ്ങിയ ദിവസം മുതൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ മുതിർന്ന നേതാക്കന്മാരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ ന്യായയുക്തത മാറുന്നില്ലല്ലോ. പിന്നെ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാമല്ലോ. ഞങ്ങളതിനെ അതായിട്ടേ കാണുന്നുള്ളൂ. സമരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കുത്തകയല്ലല്ലോ. ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും സമരം ചെയ്യാമല്ലോ. ആരാണെങ്കിലും ഇപ്പോൾ പെമ്പിളവരുമയാണെങ്കിലും ഇവിടെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന അരാജകവാദികളാണെങ്കിലും ഉയർത്തുന്ന ഡിമാൻഡ് നോക്കണ്ടേ? അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണോ നടത്തേണ്ടുന്നത്? കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ അല്പസമയത്തിനകം സമരപന്തൽ സന്ദർശിക്കുമെന്നും തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വരുന്നു. ഷെവീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ഷെവീദ്, പറയൂ. നമുക്കറിയാം, ആശാ വർക്കർമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലാണ്. എന്നാൽ ഇന്ന് എളമരം കരീമ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ, CPM-ന്റെ മുതിർന്ന നേതാവ് എളമരം കരീമ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് വലിയ വിമർശനാത്മകമായ ചില കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ ആശാ വർക്കർമാരുടെ നിലപാടാണ്, അവരുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടതും. ആ ലേഖനം തുടങ്ങുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടോടു കൂടിയാണ്. അതിനുശേഷം ഈ സമരത്തിന് പിന്നിൽ അരാജക സംഘടനകൾ ഉണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി എളമരം കരീം നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളാണ്, തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കുറ്റപ്പെടുത്തുന്നുണ്ട്. ചിലർ ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചു. പെമ്പിള ഒരുമൈ സമരത്തിന് സമാനമാണ് ആശാ വർക്കർമാരുടെ സമരം. സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനകളെയും അധിക്ഷേപിക്കുന്നതായിരുന്നു പെമ്പിള ഒരുമൈ സമരം. കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾക്കനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനത്തിന് അധികാരം ഉള്ളുവെന്നും NHM ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട 468 കോടി നൽകിയിട്ടില്ലെന്നും ആശമാരുടെ വേതന വർധനവിൽ കാര്യമായ ഇടപെടൽ നടത്തിയ ഇടത് സർക്കാരുകളാണെന്നും അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ആ സമരത്തിന് പിന്നിൽ ഒരു അരാജക സംഘടനകൾ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ വിമർശനത്തിനെതിരെ ഇതിനോടകം തന്നെ സമരപ്പന്തലിൽ നിന്നും ചില എതിർ സ്വരങ്ങൾ, പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട്. സമരത്തിന്റെ ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ CPM നേതാക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ സമരസമിതി അംഗങ്ങൾ പറയുന്ന കാര്യം. മാത്രമല്ല, ആദ്യ ദിവസം മുതൽ CPM നേതാക്കൾ ഈ സമരത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആവശ്യങ്ങൾ പരിഗണിക്കും വരെ ശക്തമായി സമരം തുടരും എന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ആ സമരം കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ സമരസമിതിയുടെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ.